ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പാസ്പോർട്ട് കളക്ഷന് വേണ്ടി പോവുകയാണ്. എന്തിനാന്നൊക്കെ പോകുന്ന വഴി പറയാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബസ് കാത്തിക്കാണ് ഗൈസ്. അങ്ങനെ ഐഷുവിനെ ഞങ്ങൾ നഴ്സറിയിലാക്കി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ ഷെങ്കൻ വിസക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെങ്കൻ വിസ എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയുണ്ടാവും. നമുക്ക് യൂറോപ്പിലുള്ള മിക്ക എല്ലാ രാജ്യങ്ങളും ഈ വിസ വെച്ചിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അപ്ലൈ ചെയ്തതൊരു ഏപ്രിലിൻ്റെ മുമ്പായിട്ടാണ്, അതായത് ഏപ്രിലിൻ്റെ 2 മാസം മുമ്പായിട്ടാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 2 മാസം മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഏപ്രിൽ 19 ഏപ്രിൽ 19 അപ്പോയിൻമെൻറ്റ് കൊടുത്ത് ഞങ്ങൾക്ക് വിസ അടിച്ച് കിട്ടിയത് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ 4 ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ ഇപ്പോൾ പോകുന്നത്. ബാക്കി ഡീറ്റെയിൽസ് അടുത്തതിൽ കാണിക്കാം. ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ കുറവാകും. ഗൂഗിളിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. നമുക്കിത് ഓൺലൈനായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ ജർമ്മനി പോകാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ആദ്യം TLS കോൺടാക്റ്റിൽ അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണ് ചെയ്തത്. അത് വാൻസ്വർത്ത് എന്ന സ്ഥലത്താണ് അതിൻ്റെ ഓഫീസുള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബയോമെട്രിക്സും പിന്നെ എല്ലാ ഡോക്യുമെൻറ്റ് സബ്മിഷനൊക്കെ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് കുറച്ച് നേരത്തെ എടുത്തു കഴിഞ്ഞാലുള്ള നമ്മൾ ഉദ്ദേശിച്ച ഒരു സമയത്തേക്ക്, അതായത് നമുക്ക് എപ്പോഴാണ് ഒരു വെക്കേഷൻ സമയം വരുന്നത് ആ സമയത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുക. ഞങ്ങളുടെ ഫ്രണ്ട് നാസിലെയും അവളുടെ ഹസ്ബൻഡും ഓൾറെഡി അപ്ലൈ ചെയ്ത് അവർക്ക് വിസയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിന് ശേഷമാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ നമുക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയതും അവരുടെ അപ്പോയിൻമെൻറ്റും ഒരു 10 ദിവസത്തെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആദ്യം കിട്ടി. അപ്പോൾ ഞങ്ങൾ 4 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടി. കാരണം നമ്മൾ ഓൾറെഡി ടിക്കറ്റും അക്കോമഡേഷൻ ബുക്കിങ്ങും എല്ലാം കാണിച്ചിട്ടാണ് നമ്മൾ വിസക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 19th അപ്പോയിൻമെൻറ്റ് കിട്ടിയ സമയത്ത് 25 നമ്മൾ ബുക്കിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, ടിക്കറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണമാണ് നമുക്ക് പെട്ടെന്ന് വിസ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതിൽ നമുക്ക് മോളുടെ വിസക്ക് മാത്രം ക്യാഷ് വന്നില്ല. ബാക്കി എല്ലാത്തിനും നമുക്ക് 70 പൗണ്ട് വെച്ചിട്ടാണ് വിസക്കുള്ള പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ വിസ വേണ്ട, അവർക്ക് വിസയുടെ ആവശ്യമല്ല, അവർക്ക് ഫ്രീ ആണ്. ട്രാവലിംഗ് ചാർജ് മാത്രമാണ് അവർക്ക് വരുന്നത്. അപ്പോൾ ഫൈനലി ഞങ്ങളങ്ങനെ ഷെങ്കൻ വിസ കിട്ടിയ സന്തോഷത്തിലാണ്. പക്ഷേ ഞങ്ങൾക്ക് ഈ പോകുന്ന സമയത്ത് വിസ വന്നോ ഇല്ലെന്നൊന്നും ഉറപ്പുണ്ടായിരുന്നില്ല. ഞങ്ങൾ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ മാത്രമായിട്ടാണ് പോയത്. അപ്പോൾ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലുള്ള നമുക്ക് അതിൻ്റെ ഉള്ളിൽ വിസ അടിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓഫീസ് എത്തിയിട്ടുണ്ട്. നമുക്കിനി അവിടെ പോയിട്ട് പ്രൂഫ് കാണിച്ചിട്ട് വേണം നമ്മുടെ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനും ആസിയ മാത്രമാണ്, ബാക്കി ഞങ്ങളുടെ ഹസ്ബൻഡ്സ് അവർക്ക് വർക്കുള്ള കാരണം അവർക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഓതറൈസേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ അവരുടെയും നമുക്ക് ഒന്നിച്ചിട്ട് വാങ്ങിക്കാം. 3 കിട്ടിയിട്ടുണ്ട് കയ്യിൽ. ആസിയാൻ്റെ 2 കിട്ടിയിട്ടുണ്ട്. ആദ്യം നിൻ്റെ കുട്ടി
എല്ലാരും കണ്ടോ കാണിച്ചു കൊടുക്കും ശരിക്കും ഇതിനടുത്ത ഫോട്ടോ അത്ര മതി ഹാസ്ബൻഡ് കിട്ടിയിട്ടുണ്ട് കൂടെ അടിച്ചു വന്നിട്ടുണ്ട്. ഹസ്ബൻഡിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആസിയാൻ്റെ രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെതാണ് പൊട്ടിക്കേണ്ടത്. ആസിയ എൻ്റെ പൊട്ടിക്കട്ടോ. അപ്പോൾ അമാനിയേഷയ്ക്ക് മിസ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമാനിയേഷനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പോകാം, ജർമ്മനിക്ക് പോകാം. ഞങ്ങൾക്ക് പോകാൻ പറ്റും നോക്കട്ടെ. അടുത്തത് സുഹൈൽ ഒന്നും പറഞ്ഞു വരുത്തട്ടെ. സുഹൈലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ലാസ്റ്റ് എൻ്റെതാണ്. നോക്കാം ഇവിടത്താക്ക് കിട്ടുന്നത്. ഞങ്ങളെല്ലാരും പോകും. ഫോട്ടോ കിട്ടി. അങ്ങനെ നമുക്ക് 3 മാസത്തിനാണ് കിട്ടിയിട്ടുള്ളത്. 3 മാസത്തിൻ്റെ ഉള്ളിൽ 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഒരു ജർമ്മൻ വ്ലോഗ് ഇടുന്നതായിരിക്കും. പോകാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? കുറെ മുമ്പ് അപ്ലൈ ചെയ്താണ്. അങ്ങനെ ഇപ്പോഴാണ് അപ്പോയിൻമെന്റ്. ഈ മാസം അപ്പോയിൻമെന്റ് കിട്ടാനാണ് ലേറ്റ് ആയത്. വിസ കിട്ടാൻ പെട്ടെന്ന് ഒരു 3 വർക്കിംഗ് ഡേയ്സ് കൂടിപ്പോയാൽ അതിനുള്ളിൽ വിസ കിട്ടി. അങ്ങനെ നമ്മുടെ ജർമ്മനി വിസ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. Next station, Maryland. Next station, Maryland. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വിസ കിട്ടിയ സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ട്രിപ്പ് പോയൊരു വീഡിയോ ആണ്. നമുക്ക് ആ വീഡിയോയിൽ കാണാം. ബൈ.